വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം പ്രവാചകന്മാരെ വിളിക്കുമ്പോൾ അവരുടെ വായും നാവും സ്പർശിക്കുന്ന അനുഭവം കാണാം. ശരിയായി സംസാരിക്കാൻ കഴിയാതിരുന്ന വിക്കുള്ള മോശയെ ദൈവം കത്തുന്ന മുൾപടർപ്പിൽ നിന്നും വിളിച്ച് മോശയുടെ വായിൽ ദൈവം തൻ്റെ ശക്തി നൽകിയെന്ന് നാം പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 11-12 തിരുവചനങ്ങളിൽ വായിച്ചു. യേശയ്യായെ കർത്താവ് പ്രവാചകനായി ഒരുക്കുന്നത് എങ്ങനെയെന്ന് യേശയ്യ 6-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ നാം വായിച്ചു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്തൊരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ജെറമിയായെ ദൈവം എങ്ങനെ പ്രവാചകനായി രൂപപ്പെടുത്തുന്നുവെന്ന് ജെറമിയ 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ വായിക്കാം. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ബാലനായ ജെറമിയ തൻ്റെ അയോഗ്യതയെക്കുറിച്ച് ദൈവത്തോട് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ദൈവം കൊടുത്ത മറുപടി 1-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ വായിക്കാം. നീ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടി ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. മോശയെയും യേശയ്യായെയും ജെറമിയായെയും ദൈവം വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കി അവരുടെ വായിലൂടെ ദൈവം പ്രവാചകന്റെ നാവിൽ തൊട്ട് തിരുവചന സന്ദേശം നൽകാനുള്ള കഴിവ് നൽകുന്നു. തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കാനും നൽകാനുമുള്ള കഴിവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമേ സാധിക്കൂവെന്ന് ഇവിടെ ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.